നടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയെന്ന കേസിൽ വിധി വരുന്നത് സംഭവം നടന്ന 8 വർഷങ്ങൾക്ക് ശേഷം. അതിജീവിതയും പ്രതികളിലൊരാളും സിനിമാ മേഖലയിൽ പ്രമുഖരായതുകൊണ്ടും കേസിൽ അതിജീവിതയായ നടി സ്വീകരിച്ച ശക്തമായ നിലപാടുകളും കാരണം വിഷയം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയിരുന്നു. 261 സാക്ഷികൾ, 142 തൊണ്ടിമുതലുകൾ. നടൻ ദിലീപ് കേസിൽ 8ാം പ്രതിയാണ്. കേരളത്തെ പിടിച്ചുലച്ച കേസിന്റെ വിധി കാത്തിരിക്കുകയാണ് ഓരോ മനുഷ്യരും. 2017 കേസിനാസ്പദമായ ക്രൂരത കൊച്ചിയിൽ അരങ്ങേറിയത്. 2018 കേസിന്റെ വിചാരണ തുടങ്ങി. കോവിഡ് ലോക്ക്ഡൌൺ കാരണം 2 വർഷത്തോളം വിചാരണ തടസ്സപ്പെട്ടു. വിചാരണ പൂർത്തിയാക്കാൻ സുപ്രീം കോടതി നൽകിയ സമയപരിധിയൊന്നും പാലിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് ഖേദകരമായ സത്യം. അതിജീവിത ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കസ്റ്റഡിയിലിരിക്കെ തുറന്ന് പരിശോധിക്കപ്പെട്ടതും വിവാദമായിരുന്നു. പ്രോസിക്യൂഷൻ സാക്ഷികളുടെ വിസ്താരം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് പൂർത്തിയായത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെയാണ് അവസാനം വിസ്തരിച്ചത്. 109 ദിവസമെടുത്താണ് കോടതി വിസ്താരം പൂർത്തിയാക്കിയത്. തുടർന്ന് പ്രതിഭാഗം സാക്ഷികളുടെ വിസ്താരം പൂർത്തിയാക്കി ഈ വർഷം ആദ്യത്തോടെ വിധി പ്രസ്താവിക്കുമെന്നായിരുന്നു പൊതുവെ കരുതപ്പെട്ടിരുന്നത്. എന്നാൽ നടപടിക്രമം നീണ്ടുപോയതോടെ അന്തിമ വിധി പ്രസ്താവം നീണ്ടു. 261 സാക്ഷികളാണ് കേസിലുള്ളത്. അതുകൊണ്ട് തന്നെ സാക്ഷി വിസ്താരത്തിന് മാത്രം 438 ദിവസങ്ങൾ കോടതി ചെലവഴിച്ചു. പ്രോസിക്യൂഷൻ 833 രേഖകളും 142 തൊണ്ടിമുതലുകളും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഗൂഢാലോചനാ കുറ്റമാണ് നടൻ ദിലീപിനെതിരെ പ്രധാനമായും ചുമത്തിയിട്ടുള്ളത്. പ്രോസിക്യൂഷന് ഇത് തെളിയിക്കാൻ കഴിഞ്ഞിരുന്നോ എന്ന കാര്യത്തിൽ കോടതി വിധി വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. അതേസമയം മലയാള സിനിമാ മേഖലയിൽ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന വനിതാ കൂട്ടായ്മയുടെ രൂപീകരണത്തിന് കാരണമായത് നടിക്ക് നേരെയുണ്ടായ ഈ അതിക്രമമാണ്. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ സർക്കാർ പിന്നീട് ഹേമ കമ്മിറ്റിയെ നിയമിക്കുകയും ചെയ്തിരുന്നു.